എന്തായിരുന്നു അൻവറിന്റെ ഗൂഢോദ്ദേശം? തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചിന്തിക്കുന്ന അൻവറിന് രണ്ടാമത്തെ സെറ്റ് പത്രിക നൽകേണ്ട കാര്യമില്ല. തള്ളിപ്പോകുമെന്ന് അറിഞ്ഞു തന്നെയാണ് അൻവർ രണ്ടാമതൊരു സെറ്റ് പത്രിക കൂടി സമർപ്പിക്കുന്നത്. അതുകൂടാതെ കോടികളുടെ സാമ്പത്തികമുള്ള അൻവർ തനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലെന്നാണ് പറഞ്ഞത്. പല രീതിയിലുള്ള ബിസിനസ്സുകളും ഒരുപാട് പണവും കോടികളും കൈവശമുള്ള അൻവർ ഇങ്ങനെ പറയേണ്ട കാര്യം എന്തായിരുന്നു? അൻവർ എന്ത് കളിയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓന്തിനെ പോലെ നിറം മാറുന്നു എന്ന് പലരും ഇപ്പോഴും പറയുന്നുണ്ട്. എന്താണ് അൻവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അൻവർ രാജിവെച്ചതിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെയും അൻവർ തന്നെ മത്സരിക്കാൻ പോകുന്നു. UDF നിന്നും LDF അവിടെ നിന്നും DMKയും നോക്കി തൃണമൂൽ കോൺഗ്രസിലേക്കും വീണ്ടും UDF കാലുമാറി കളിക്കുന്നു. സ്വതവേ ഭിന്നതയുള്ള കോൺഗ്രസിൽ അൻവർ കാരണം വീണ്ടും ഭിന്നതയാണ് ഉണ്ടായത്. 2021 81,000 വോട്ടായിരുന്നു അൻവർ നേടിയത്. തൊട്ടടുത്ത് കോൺഗ്രസിന്റെ നേതാവായ VV പ്രകാശ് ആകട്ടെ 79,000 വോട്ടുകൾ നേടി. വെറും 2,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അൻവറിന്റെ വിജയം. ഇത്തവണ 81,000 വോട്ടിന്റെ 10-1 നേടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ആ 8,000 വോട്ട് അൻവർ നേടിയാൽ അത് ഏതു പാർട്ടിക്കായിരിക്കും പ്രശ്നമുണ്ടാക്കുക? തൃണമൂൽ കോൺഗ്രസ് പത്രിക തള്ളപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അപ്പോൾ അൻവർ സ്വതന്ത്രനായി പത്രിക സമർപ്പിച്ചത്. കൂർമ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ തന്നെ. 52 കോടിയുടെ സാമ്പത്തികമുള്ള അൻവർ തന്റെ കയ്യിൽ മത്സരിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞതും മറ്റൊരു കൂർമ്മ ബുദ്ധി തന്നെ. നിലമ്പൂരിലെ ഓരോ മണ്ഡലങ്ങളുടെയും വോട്ട് നില ആർക്കും ഊഹിച്ചെടുക്കാവുന്നതേയുള്ളൂ. BJPക്ക് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കാര്യമായി വോട്ട് കിട്ടാനും പോകുന്നില്ല. BJP ഇവിടെ വോട്ട് മറിക്കുമോ എന്നതിനേക്കാൾ നോട്ടയ്ക്ക് താഴെയായിരിക്കുമോ BJPയുടെ വോട്ട് എന്നാകും സംശയമുണ്ടാകുക. വോട്ട് മറിക്കാൻ മാത്രമുള്ള വോട്ട് BJPക്ക് ഉണ്ടാവില്ല എന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം. അൻവർ അങ്ങനെയല്ല. നിലമ്പൂരുകാരുടെ മനസ്സറിഞ്ഞവനാണ്. പ്രത്യേകിച്ച് സ്വരാജുമായി യാതൊരു തരത്തിലുള്ള വിദ്വേഷവും അൻവറിനില്ല. സ്വരാജ് അവിടെ ജയിച്ചാലും തോറ്റാലും അൻവറിനെ യാതൊരു രീതിയിലും അത് ബാധിക്കുകയുമില്ല. ഷൗക്കത്തിനോട് മാത്രമാണ് അൻവറിന് വിരോധമുള്ളത്. ഷൗക്കത്ത് അവിടെ ജയിക്കരുതെന്ന് മാത്രമേ അൻവറിനുള്ളൂ. ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണെന്നൊക്കെ അൻവർ പറയാറുണ്ട്. പക്ഷേ പരസ്പരം ഒരു വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവരെന്നാണ് പരക്കെയുള്ള പറച്ചിൽ. ഷൗക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദിനോട് ലീഗിൽ ചിലർക്കുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമാണ്. ആര്യാടൻ മുഹമ്മദ് ET മുഹമ്മദ് ബഷീറിനെ വർഗീയവാദി എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ട്. CPM-നെ സംബന്ധിച്ച് ഇത്ര വർഷമായുള്ള ഭരണത്തിൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ കുറിച്ച് വരെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ താല്പര്യക്കുറവുണ്ട്. ആ പ്രതിഷേധത്തെ ഊതിക്കത്തിക്കുന്നുമുണ്ട് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും. റിയാസിന്റെ റീൽ എടുക്കൽ വരെ വലിയ തോതിൽ ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. താൻ മന്ത്രിയായ ശേഷമാണ് കേരളത്തിലെ ഓരോ റോഡുകളും വന്നത് എന്ന് പറഞ്ഞു നടക്കുന്നതിനിടെ ദേശീയ പതാകയിൽ ഉണ്ടായ പണിക്കുഴപ്പം പക്ഷേ സ്വയം ഏറ്റെടുത്തുമില്ല. അത് കേന്ദ്രത്തിന്റെ തലയിലായി. അൻവർ സ്വതന്ത്രനായി പത്രിക സമർപ്പിച്ചത് ബോധപൂർവം തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവില്ല എന്ന് അൻവർ 100% ഉറപ്പിച്ചിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് സ്വതന്ത്രനായി നിന്ന് തന്നെ എങ്ങനെ പരാജയപ്പെടുത്താം എന്ന് മാത്രമാണ് അൻവറിന്റെ ചിന്ത. പക്ഷേ ഇതൊക്കെ കൊണ്ട് അൻവറിന് തന്നെയാണ് ബുദ്ധിമുട്ടാവുക. മുന്നണിയിലേക്കുള്ള സകല വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമില്ല UDF എന്ന അവസ്ഥയിലാണ് അൻവർ.